ഓം ഗണപതേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡത്തിലെ 42-ാം സർഗമാണ്. സീതാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങളാണ് ഈ സർഗത്തിൽ പറയുന്നത്. സുഗ്രീവൻ ദക്ഷിണദിക്കിലേക്ക് കുറെ വാനരന്മാരെ പറഞ്ഞു വിട്ടതിന് ശേഷം താരയുടെ പിതാവിനോട് ആ വിവരങ്ങൾ പങ്കുവച്ചു. മാരീചന്മാരെയും മഹാബലമുള്ള ഋഷിപുത്രന്മാരെയും പടിഞ്ഞാറെ ദിക്കിലേക്ക് നിയോഗിച്ചു എന്ന് താരയുടെ പിതാവിനോട് പറഞ്ഞു. അതിനുശേഷം സുഷേണനെ നായകനാക്കി 2,00,000 വാനരന്മാരെ സൗരാഷ്ട്ര ദേശങ്ങൾ, മധുരയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ, ജനപഥങ്ങൾ, ധാരാളമുള്ള നഗരങ്ങൾ, കൊടുങ്കാടുകൾ, മലകൾ, മരുഭൂമി മുതലായ എല്ലാവിധ സ്ഥലങ്ങളും അന്വേഷിക്കണം. ആ നഗരങ്ങൾ അന്വേഷിച്ച് കഴിയുമ്പോൾ സമുദ്രതീരത്ത് ചെല്ലാനിടയാകും. അവിടെ കൈത വനങ്ങളും പച്ചിലക്കാടുകളുമുണ്ട്. അവിടെയൊക്കെ വനരന്മാർക്ക് വിഹരിക്കാവുന്നതുമാണ്. കടൽക്കരയിലെ പർവ്വതങ്ങളിലും വനങ്ങളിലും അവന്തിയിലും അങ്കലേപാപുരത്തിലും കാണുന്ന എല്ലാ വനങ്ങളിലും വിശാലമായ രാഷ്ട്രങ്ങളിലും പട്ടണങ്ങളിലും തിരയണം. നദികൾ സമുദ്രത്തോട് ചേരുന്ന അഴിമുഖ പ്രദേശങ്ങളിലും അവിടെ കാണുന്ന പർവ്വതങ്ങളിലും ഉന്നതമായ ചന്ദ്രഗിരി എന്ന പേരുള്ള 100 കൊടുമുടിയുള്ളതും വൻ വൃക്ഷങ്ങളോട് കൂടിയതുമായ വൻമലയിലും സിംഹപക്ഷികളുടെ ആവാസമുള്ള സാനുപ്രദേശങ്ങളിലും അന്വേഷിക്കണം. മനോഹര വൃക്ഷങ്ങൾ നിറഞ്ഞ ശൃംഗങ്ങളിലും കാമരൂപന്മാരായ വാനരന്മാർ നന്നായിട്ട് തിരയണം. അവിടെ സമുദ്രത്തിലെ പാരിയാത്രം എന്ന മലയുടെ വിസ്തൃതമായ പ്രദേശവും കൊടുമുടിയും തിരയണം. അരാവതി എന്ന പേരുള്ള ആ കൊടുമുടിയിലെ ധാരാളം ഗന്ധർവന്മാരുണ്ട്. അഗ്നിശോഭയുള്ള അവരെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാനരന്മാരൊന്നും അവരോട് അടുക്കരുത്. അവിടെ നിന്നും ഫലങ്ങളൊന്നും എടുക്കാനിടയാകരുത്. ആ ഫലമൂലങ്ങൾക്ക് അവര് കാവലുണ്ട്. നമ്മുടെ ലക്ഷ്യം ജാനകിയെ അന്വേഷിക്കുകയാണ്. അത് ഓർമ്മ വേണം. അവിടെ അടുത്ത് വൈഢൂര്യ വർണ്ണത്തോടു കൂടിയ വജ്രം എന്ന മഹാപർവ്വതമുണ്ട്. ആ പർവ്വതം 100 യോജന ഉയർന്നു നിൽക്കുകയാണ്. അതിലെ ഗുഹകളിലെല്ലാം നന്നായി അന്വേഷിക്കണം. സമുദ്രത്തിൻ്റെ ഒരു ഭാഗത്ത് ചക്രവാൻ എന്ന പർവ്വതമുണ്ട്. അവിടെ വിശ്വകർമാവ് നിർമ്മിച്ച സഹസ്രാര ചക്രമുണ്ട്. അവിടെ വെച്ചാണ് പഞ്ചജനൻ എന്ന അസുരനെ വിഷ്ണു വധിച്ചത്. കൂടാതെ ഹയഗ്രീവനെ വധിച്ചതും അവിടെയാണ്. അങ്ങനെയാണ് വിഷ്ണു ചക്രവും ശംഖും നേടിയത്. അവിടെയെല്ലാം നാനാതരം ഗുഹകളുണ്ട്. അവിടെയെല്ലാം സീതയെയും രാവണനെയും അന്വേഷിക്കണം. പിന്നീട് വരാഹപർവ്വതം കാണാം. ആ വമ്പൻ പർവ്വതത്തിന് 64 യോജന വലിപ്പമുണ്ട്. പിന്നീട് പ്രാഗ് ജ്യോതിഷം എന്ന സ്വർണമയമായ പുരം കാണാം. അവിടെയാണ് നരകാസുരൻ്റെ ആവാസസ്ഥാനം. അവിടെയുള്ള ഗുഹകളിലും സീതയെയും രാവണനെയും അന്വേഷിക്കണം. അതിനുശേഷവും ഒരു പർവ്വതം കാണാം. സർവ സൗവർണം എന്ന പേരോടുകൂടിയ സ്വർണമയമായ പർവ്വതമാണ് അത്. അവിടെയൊക്കെ ഗജങ്ങളും വരാഹങ്ങളും വ്യാഘ്രങ്ങളും സ്വഗർജനത്തിലെ മതം പൂണ്ട് ഗർജിച്ചു കൊണ്ടിരിക്കും. അക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ സീതയെ അന്വേഷിക്കണം. അതിനുശേഷം ഇന്ദ്രപരിപാലിതമായ മേഘപർവ്വതം ഉണ്ട്. അത് കടന്നു ചെന്നാൽ ഉദയസൂര്യ പ്രഭയോടുകൂടിയതും ഉജ്ജ്വലങ്ങളുമായ 60,000 പർവ്വതങ്ങളുണ്ട്. അതിൻ്റെ മധ്യത്തിലാണ് മേരുപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ആ പർവ്വതത്തിന് പണ്ട് ആദിത്യൻ വരം കൊടുത്തിട്ടുണ്ട്.
ഭവാനിൽ ചേർന്നുള്ളതെല്ലാം രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ കാഞ്ചനമായി ഭവിക്കും എന്നാണ് വരം കൊടുത്തത്. അവിടെ വസിക്കുന്നവരും തേജസ് കൊണ്ട് തങ്കം പോലെയുള്ള പ്രഭ പൂണ്ടവരായി തീരും. വിശ്വദേവന്മാരും വസുക്കളും മരുത്തുകളും ദേവന്മാരും മേരുപർവ്വതത്തിലേക്ക് വന്ന് സായം സന്ധ്യയിൽ ആദിത്യനെ പൂജിക്കാറുണ്ട്. അവരാൽ പൂജിക്കപ്പെട്ട് കഴിഞ്ഞാൽ സൂര്യൻ സർവഭൂതങ്ങൾക്കും അദൃശ്യനായി അസ്തമയ പർവ്വതത്തെ പ്രാപിക്കും. സൂര്യഭഗവാൻ ഒരു മുഹൂർത്താർത്ഥത്തിൽ 1,00,000 യോജന പർവ്വതത്തിനുള്ളിലേക്ക് യാത്ര ചെയ്യുന്നു. അതിൻ്റെ ശൃംഗത്തിലെ വിശ്വകർമാവിനാൽ സൃഷ്ടിക്കപ്പെട്ട മഹത്വം ദിവ്യവുമായ ഗ്രഹമുണ്ട്. വരുണൻ്റെ വാസസ്ഥാനമാണത്. മേരുപർവ്വതത്തിനും അസ്തമയ പർവ്വതത്തിനും ഇടയിലെ ഒരു താലവൃക്ഷമുണ്ട്. അതിന് 10 പൊന്മയമായ ആ തലകളും ഉണ്ട്. ആ ദുർഗങ്ങളിലെല്ലാം കൂടാതെ സരസ്സുകളിലും ശരിത്തുകളിലും രാവണനെയും സീതയെയും അന്വേഷിക്കേണ്ടതാണ്. മേരുസവർണി വസിക്കുന്നത് മേരുപർവ്വതത്തിനും അസ്തമയ പർവ്വതത്തിനും ഇടയിലാണ്. അദ്ദേഹത്തെ വളരെയേറെ ആദരവോടുകൂടി പ്രണമിച്ചതിന് ശേഷം സീതയെപ്പറ്റി അന്വേഷിക്കണം. അതിനപ്പുറം വനരന്മാർക്ക് പോകാൻ സാധിക്കുകയില്ല. നമുക്ക് അവിടെ പറ്റിയുള്ള വിവരങ്ങളും അറിവുള്ളതല്ല. അതുകൊണ്ട് അസ്തമയ പർവ്വതം വരെ ചെന്ന് വൈദേഹിയെപ്പറ്റിയും രാവണനെ പറ്റിയും അന്വേഷിച്ച് 1 മാസത്തിനുള്ളിൽ തിരിച്ചു വരണം. നിങ്ങളോടൊപ്പം താരയുടെ പിതാവ് വരുന്നുണ്ട്. അദ്ദേഹത്തെ നേതാവായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് പശ്ചിമദിക്ക് മുഴുവൻ നന്നായി തിരയണം. സീതയെ കണ്ടെത്തിയാൽ മാത്രമാണ് ചെയ്തതിന് തക്കതായ പ്രതികർമ്മത്തിൻ്റെ ഫലം നാം ഉൾക്കൊണ്ടു എന്ന് പറയുവാൻ സാധിക്കുക. ഇതുകൂടാതെ ലക്ഷ്യത്തിന് അനുകൂലമായിട്ട് മറ്റു വല്ലതും പ്രവർത്തിക്കേണ്ടി വന്നാൽ ദേശം, കാലം, ലക്ഷ്യം എന്നിവയ്ക്ക് ഉചിതമായിട്ട് നന്നായിട്ട് ആലോചിച്ച് പ്രവർത്തിക്കണം. സുഷേണനും സംഘവും സുഗ്രീവ വാക്യത്തെ മനസ്സിലാക്കി അദ്ദേഹത്തോട് വിട ചോദിച്ചതിന് ശേഷം വരുണദിക്കിലേക്ക് യാത്രയായി. ഇത്രയും വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് 42ാമത് സർഗം പൂർത്തിയാവുകയാണ്. ബാക്കി വിവരങ്ങൾ നമുക്ക് അടുത്ത സർഗത്തിൽ മനസ്സിലാക്കാം. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.